ഇനി ചിക്കൻ കറി ഉണ്ടാക്കാൻ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ ചിക്കൻ കറിക്ക് നമുക്ക് വേണ്ടത് കുറച്ച് സവാള, തക്കാളി, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, അതുപോലെ ഉരുളക്കിഴങ്ങ്, പച്ചമുളക്. ഉരുളക്കിഴങ്ങ് ഓപ്ഷണലാണ് കേട്ടോ. എനിക്ക് ഉരുളക്കിഴങ്ങ് ഈ ചിക്കൻ കറിയിലും ഒക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇടാം. പിന്നെ ഒരു മാഗി ക്യൂബാണ് കേട്ടോ. ഇത് നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, അതുപോലെ തന്നെ സവാള ഇട്ട് കൊടുക്കുക. ഇനി ഇത് പെട്ടെന്ന് നമുക്കായി കിട്ടാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വഴറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വാടി കിട്ടും, മടിയിലൊന്നും പിടിക്കാതെ. അതിനുള്ളൊരു പൊടിക്കൈയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് നേരം ഇതിങ്ങനെ വാടി വന്നതിന് ശേഷം തക്കാളി ഇടണമെന്നൊന്നും ഞാൻ പറയണില്ല. നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് വാടി കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കറിവേപ്പിൻ്റെലയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോഴാണ് നമ്മൾ അതിലുള്ള മസാലകളും കാര്യങ്ങളൊക്കെ ഇടേണ്ടത്. അപ്പം അതിൻ്റെ മുന്നേ നിങ്ങളടുത്ത് പറയാനുള്ളത്, ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കമൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് അത് വാടണം എന്നൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഈസി ആയിട്ട് ചെയ്യാനുള്ളതാണ്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടു, അതുപോലെ തന്നെ സാദാ മുളക് പൊടി ഇട്ടു കേട്ടോ. അപ്പോൾ ഒന്ന് എരിവ് കിട്ടാനും കൂടിയാണ് സാദാ മുളക് പൊടി ഇട്ടത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും. ഞാൻ കൂടുതൽ മുളക് പൊടിയാണ് ഇടുക, മല്ലിപ്പൊടി കൂടുതൽ ഇടലില്ല. അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. ഇനി മല്ലിപ്പൊടി കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾക്ക്, എരിവ് ഇഷ്ടമില്ലാത്ത ആളുകൾക്കും എന്ത് ചെയ്യുക, ഇതിന് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് മുളക് പൊടി കുറച്ചിട്ട് മല്ലിപ്പൊടി കൂട്ടി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ മസാലകളൊക്കെ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം, അതിലേക്ക് ചിക്കനും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്തു. അപ്പം ഞാനിത് കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടണം, ഗ്രേവി അല്ലാതെ ഇങ്ങനെ തിക്കായിട്ട് വേണം എന്നുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, ഇതിൽ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് കുറച്ചിത് കറി ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു കറി രൂപത്തിലായിട്ടുണ്ട്. ഇനിയും കറിക്ക് കുറച്ചും കൂടെ നീളം കൂടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ചും കൂടെ നിങ്ങളെ ചോയ്സാണ് അതൊക്കെ കേട്ടോ. ഇതൊക്കെ നമ്മളെ ഓരോ ഇതിനനുസരിച്ചിട്ട് തിക്കാക്കണമെങ്കിൽ തിക്കാക്കുക, അതല്ല ലൂസാക്കണമെങ്കിൽ ലൂസാക്കുകയൊക്കെ ചെയ്യുക. പിന്നെ ഞാൻ ലാസ്റ്റാണ് ഇതിൽ ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുത്തത്. അതൊന്നും കൂടെ ടേസ്റ്റ് കൂട്ടുക കറിനെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കുക്കർ ഒന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ചതിന് ശേഷം ഒറ്റ വിസിൽ മതി കേട്ടോ. ഒരു വിസിലടിച്ചതിന് ശേഷം നമുക്കത് വെന്ത് കിട്ടും. നമ്മൾ വിസിൽ വന്നു കഴിഞ്ഞു, ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക. നമ്മളെ കറി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളതിനെ ഒന്നും കൂടെ എന്ത് ചെയ്യണം, ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടും. കാരണം കുക്കറിൽ വെക്കുമ്പോൾ നമുക്കൊരു പുഴുങ്ങിയ ടേസ്റ്റ് വരും. അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാൻ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടെ അതിനൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ഈസി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആർക്കും ഇത് ഈസി ആയിട്ട് വെക്കാൻ പറ്റും. അടുത്ത വീഡിയോ ഈ ഒരു ചിക്കൻ കറിക്കുള്ള നെയ്പത്തിരിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.